ടോപ്പ് കറന്റ് അഫയേഴ്സ് 10 മിനിറ്റ്സിൽ ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ്? വിച്ച് ഇസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ഇൻഡിവിജ്വൽ who comes from a particular social class and has a deep understanding of the economic structure and issues faced by that class. സോ എന്താണ് ക്വസ്റ്റ്യൻ? എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കംസ് ഫ്രം എ സോഷ്യൽ ക്ലാസ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് സോഷ്യൽ ക്ലാസ്സിനെ കുറിച്ചും, അതേപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സിലെ എന്തൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആ വ്യക്തിക്കുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ പറയുന്നത് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്നുള്ളതാണ്. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്. ഈ ഒരു വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർക്സിസ്റ്റായ ആൻ്റോണിയോ ഗ്രാംഷിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ പ്രിസൺ നോട്ട് ബുക്സിലാണ് ഇങ്ങനെയൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്, ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്. ആൻഡ് ദാറ്റ് വാസ് പ്രിസൺ നോട്ട് ബുക്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തത് 1926 ഓക്കെ. സോ ദേ ആർ ഇൻഡിവിജ്വൽസ്. എന്താണ് ഈ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത്? ദേ ആർ ഇൻഡിവിജ്വൽസ് ഫ്രം നോൺ ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ അല്ല വരുന്നത്, നോൺ ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഹൂ റൈസ് പ്രൊഫഷണലി. സോ ആ പൊസിഷനിൽ നിന്നും അവർ പ്രൊഫഷണലി റൈസ് ചെയ്തിട്ട് ഉന്നത പദവിയിലെത്തിയതിന് ശേഷം ദി സ്റ്റേ കണക്റ്റഡ് വൈൽ സ്റ്റേയിങ് കണക്റ്റഡ് ടു ദെയർ ഓൺ ക്ലാസ്. സോ പക്ഷേ ഉന്നത പദവിയിലെത്തിയിട്ട് പോലും അവർക്ക് അവരുടെ വന്ന ക്ലാസ്സിൽ നിന്ന്, ആ സോഷ്യൽ ക്ലാസ്സിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ആൻഡ് ദെയർഫോർ ദേ ഹാവ് ഗോട്ട് സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ക്ലാസ്. സോ ദീസ് പീപ്പിൾ ദേ ഹെൽപ്പ് റേസ് അവെയർനെസ് ആൻഡ് ദേ ഡ്രൈവ് ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ്, അവെയർനെസ് ഉണ്ടാക്കാനും എളുപ്പമാണ്, മാറ്റങ്ങൾ വരുത്താനും അവർക്ക് എളുപ്പമാണ്. അങ്ങനെയുള്ളവരെ പറയുന്നത് എന്താണ്? ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്നുള്ളതാണ്. ആരാണ് കോയിൻ ചെയ്തതെന്ന് ഓർക്കുക? ദ ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആൻ്റോണിയോ ഗ്രാംഷി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അമ്രോഹ ധോലക്, ബാഗ്പത് ഹോം ഫർണിഷിംഗ്സ്, ബാരാബങ്കി ഹാൻഡ്ലൂം പ്രോഡക്റ്റ്, കാൽപി ഹോം മെയ്ഡ് പേപ്പർ, മഹോബ ഗോര പത്ഥർ, മേംപൂരി തർക്കാശി ആൻഡ് സാമ്പൽ ഹോൺ ക്രാഫ്റ്റ്. These products got geographical indication tag, that is GI tag, recently and are found in the state of. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോഡക്ട്സ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇതേതാണ് സ്റ്റേറ്റ് എന്നുള്ളത് ഊഹിക്കാം. അമ്രോഹ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അമ്രോഹ ധോലക് എന്ന് പറയുന്നത് ഒരു തരം ചെണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ധോലക്, പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അമ്രോഹ ഏത് സിറ്റി, ഏത് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് ഊഹിക്കാം ഇഫ് യു നോ ദി സിറ്റി. ഓർ ബാഗ്പത്തും ഒരു സിറ്റിയുടെ പേരാണ്. ബാരാബങ്കി അതെ, കാൽപ്പി അതെ, മഹോബ അതെ. ഏതാണ് സ്റ്റേറ്റ് എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതാ സ്റ്റേറ്റ്? UP ആണ് കേട്ടോ. സോ UPയിലാണ് ഈ കിടക്കുന്ന മുഴുവൻ പ്രോഡക്ട്സും. മെയിൻപുരി തർക്കാശി ആയിക്കോട്ടെ, സാമ്പൽ ഹോൺ ക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം UPയിലെ പ്ലേസസും കൂടിയാണ്. അതും കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ. So GI registry in Chennai has given tags to these 7 different products from UP. A GI tag is a label that is applied to products that have a specific geographical origin. So ഈ പറയുന്ന സാധനങ്ങളെല്ലാം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വെൻ യു സേ അമ്രോഹ ധോലക് എന്ന് പറഞ്ഞ് വാങ്ങുമ്പം അത് അമ്രോഹയിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കണം. അല്ലെങ്കിൽ മഹോബ ഗോര പത്തർ, വെള്ള കളറിൻ്റെ ഒരു കല്ല് വെച്ചിട്ട് പുതിയ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഗോര പത്തർ, മഹോബ ഗോര പത്തർ ആണെങ്കിൽ അത് മഹോബയിൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അത് മഹോബയിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കണം. സോ ദാറ്റ് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. അതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ആ ജോഗ്രഫിയിൽ ഉണ്ടായിരിക്കണം. സോ അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. എന്താണ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Name the state at which Karchi Puja, also known as a festival of 14 gods, is celebrated. കർച്ചി പൂജ ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് 14 ഗോഡ്സ്. അതും പഠിച്ചു വെക്കുക. കർച്ചി പൂജ ഏതാ സ്റ്റേറ്റ് ആണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റായ ത്രിപുരയാണ്. ഓക്കെ, കർച്ചി പൂജ ഇസ് വെരി ഫേമസ്. സോ ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ അഗർത്തല ഇൻ ജൂലൈ ഓർ ഓഗസ്റ്റ്. പ്രത്യേക മാസമൊന്നുമില്ല, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്. ആൻഡ് ദ ഫെസ്റ്റിവൽ ഇൻവോൾവ്സ് ദ വേർഷിപ്പ് ഓഫ് 14 ഗോഡ്സ്. എന്താണ് ഈ 14 ഗോഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഡൈനാസ്റ്റി ഡൈറ്റി ഓഫ് ദ ത്രിപുരി പീപ്പിൾ. സോ ത്രിപുരി പീപ്പിളിൻ്റെ ഡൈനാസ്റ്റി ഡൈറ്റിയാണ് ഈ 14 ഗോഡ്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഗോട്ട് എ പിക്ചർ ഓഫ് ദിസ് വൺ. യു സി, ഇങ്ങനെയാണ് ഏകദേശം ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഖർച്ചി പൂജ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ന്യൂ ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, വിച്ച് ഇസ് CSR, launched by the Union Minister of Ports, Shipping and Waterways and Ayush. സോ ന്യൂ ഗൈഡ് ലൈൻസ് ആണ് CSRൻ്റെ
യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ലോഞ്ച് ചെയ്തതാണ്. എന്താണ് അതിൻ്റെ പേരെന്നുള്ളത്? സോ പോർട്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, സാഗറുമായിട്ട് ബന്ധം വരുന്നുണ്ട്. സോ സാഗർ സാമാജിക് സഹയോഗാണ്. സോ സാഗർ സാമാജിക് ഇസ് സോഷ്യൽ, സഹയോഗ് ഇസ് കോപ്പറേഷൻ, സാഗർ റൈറ്റ്. സാഗർ സാമാജിക് സഹയോഗ് എന്നാണ് ഈ CSR ഗൈഡ് ലൈൻസിൻ്റെ പേരെന്ന് പറയുന്നത്. ദ ന്യൂ CSR ഗൈഡ് ലൈൻ is an attempt to empower ports to address issues of local communities in a more cooperative and swift manner. ആ കോപ്പറേഷൻ ആണ് സഹയോഗ് എന്ന് പറയുന്ന വേർഡിൽ വന്നിരിക്കുന്നത്. സോ കോപ്പറേറ്റീവ് മാനറിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കോപ്പറേറ്റീവ് മാനറിൽ ഒന്ന് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ CSR എന്ന് പറയുന്നത്, സാഗർ സാമാജിക് സഹയോഗ്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ സർബാനന്ദ സോണോവാൾ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ്, വാട്ടർവേസ് ആൻഡ് ആയുഷ്. സോ ഇദ്ദേഹത്തിൻ്റെ പേരും കൂടി ഓർത്തു വയ്ക്കുക, എന്നിട്ടും ഏതാണ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടുത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ്, ഹാസ് ആണ്, എച്ച് മിസ്സിംഗ് ആണ് അല്ലേ. വിച്ച് കൺട്രി ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ദ US കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഏത് കൺട്രിക്കാണ്? ചോദ്യം കേട്ടാൽ തന്നെ നമുക്കറിയാലോ ഏത് കൺട്രി ആയിരിക്കും എന്നുള്ളത്. ഒബ്വിയസ്ലി ഇന്ത്യ. സോ US ലീഡ്സ് വിത്ത് ദ വേൾഡ്സ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് സ്പാനിങ് 6.6 മില്യൺ കിലോമീറ്റേഴ്സ്. സോ 6.6 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് US-ൻ്റെ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഇന്ത്യ, ആൻഡ് ദെൻ പിന്നെ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ചൈന. സോ തേർഡ് ചൈന. സോ നോട്ടബിൾ നെറ്റ്വർക്ക്സ് ഇൻക്ലൂഡ് ഇന്ത്യസ് ഗോൾഡൻ ട്രയാങ്കിൾ, ചൈനയുടേതാണെങ്കിൽ ചൈനാസ് നാഷണൽ ട്രങ്ക് ഹൈവേ സിസ്റ്റം, റഷ്യയുടെ ആണെങ്കിൽ ദ ട്രാൻസ് സൈബീരിയൻ ഹൈവേ. സോ ഓർക്കുക, US കഴിഞ്ഞാൽ ഇന്ത്യ, ആൻഡ് ഇന്ത്യ കഴിഞ്ഞാൽ ചൈന. അതാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിൻ്റെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ പ്രപ്പോസ്ഡ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് maritime route will reduce transport time from 32 days to 12 days. വലിയ മാറ്റമാണ് അല്ലെ. 32 ദിവസത്തിൽ നിന്ന് 12 ദിവസമായിട്ട് കുറക്കുന്നതാണ് പറയുന്നത്. ആൻഡ് കോസ്റ്റ് ബൈ അറൗണ്ട് 30%, 30% കോസ്റ്റ് കട്ടിങ് ഉണ്ടാകുന്നുണ്ട്. പുതിയ മാരിടൈം റൂട്ടാണ് ചെന്നൈയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്കിൽ. ആൻഡ് വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ? ദ പ്രോജക്റ്റ് ഇസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ആൻഡ് വിച്ച് ഇസ് ദി അതർ കൺട്രി. നമുക്ക് അതർ കൺട്രി ഊഹിക്കാലോ. വ്ളാഡിവോസ്റ്റോക്ക് എവിടെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ എവിടെയായിരിക്കും. സോ ദാറ്റ്സ് ഇൻ റഷ്യ. Okay, so the Chennai Vladivostok Maritime Corridor is now open and cutting the time it takes to ship goods between India and Russia's far east by more than 2 weeks. So 2 ആഴ്ച കുറവ് സമയം മതി ഈ പുതിയ മാരിടൈം റൂട്ട് കാരണം. And container ships carrying crude oil, metal and textiles have already begun arriving in Indian ports. So ഈ പുതിയ വഴിയിലൂടെ ഓൾറെഡി നമുക്ക് ഷിപ്സൊക്കെ അറൈവ് ചെയ്യാൻ തുടങ്ങി, കമോഡിറ്റീസൊക്കെ ആയിട്ട്. ആൻഡ് അത് സമയം കുറയ്ക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റും കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൂട്ട് ഓർത്തു വയ്ക്കുക, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് റൂട്ട് ഇന്ത്യാസ് ഫസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂവൽ പവേർഡ് ട്രെയിൻ ഇസ് ഷെഡ്യൂൾഡ് ടു ഓപ്പറേറ്റ്? സോ ഹൈഡ്രജൻ ഫ്യൂവൽ പവേർഡ് ട്രെയിൻ ഏതോ ഒരു റൂട്ടിൽ വരാൻ പോകുന്നുണ്ട്. ഏത് റൂട്ടിലാണ്? ജിൻഡ് സോണിപത്ത് എന്ന് പറയുന്ന റൂട്ടിലാണ്. സോ ജിൻഡ് സോണിപത്ത് റൂട്ട് എവിടെയാണ് കിടക്കുന്നത്? ദാറ്റ്സ് ഇൻ ഹരിയാന. For the trial of the hydrogen-powered train due to its well-established infrastructure. ഇവിടെ ഈ റൂട്ട് പ്ലാൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ആൻഡ് ട്രാഫിക് മോഡറേറ്റ് ട്രെയിൻ ട്രാഫിക്കുമാണ്. സോ ദാറ്റ് ഈസ് കോൺഡ്യൂസീവ്, ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഇങ്ങനെയൊരു ഹൈഡ്രജൻ ഫ്യൂവൽ പവേർഡ് ട്രെയിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് the hydrogen powered fuel generates only water vapor as a byproduct. സോ അത് നമുക്ക് ഗുണകരമാണ്, കാരണം വാട്ടർ വേപ്പർ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ റൂട്ട് ഓർക്കുക, ജിൻഡ് സോണിപത്ത്. ഓക്കെ, now next question. Under the Sagar Mala program, the Ministry of Ports, Shipping and Waterways has undertaken the development of a National Maritime Heritage Complex. സോ പുതിയ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഏത് പ്രോജക്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്? സാഗർ മാല പ്രോഗ്രാം ഓർക്കുക. ഓക്കെ, സാഗർ മാല. നമ്മൾ നേരത്തെ വേറൊരു സാഗർ കണ്ടു, അത് സഹയോഗാണ്, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ദിസ് വൺ ഇസ് എ ഹെറിറ്റേജ് കോംപ്ലക്സ്. എവിടെയാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വരാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഇൻ ലോത്തൽ. ലോത്തൽ എവിടെയാണ്? ലോത്തൽ ഈസ് ഇൻ ഗുജറാത്ത്. സോ ഇതൊരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവാൻ പോവുകയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഷോക്കേസ് ഇന്ത്യാസ് മാരിടൈം ഹെറിറ്റേജ് ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ ടൈംസ്. ലോത്തലിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് ദി വേൾഡ്സ് ഏർലിയസ്റ്റ് നോൺ ഡോക്യാർഡാണ്. സോ വേൾഡിലെ തന്നെ ആദ്യത്തെ നോൺ ഡോക്യാർഡ് എന്ന് പറയുന്നത്
ഏർലിയസ്റ്റ് നോൺ ഡോക്കിയാർഡ് എന്ന് പറയുന്നത് ലോത്തലതാണ്. ആൻഡ് എവിടെയാണ് അത് കിടക്കുന്നത്? ഗുജറാത്ത്. അവിടെയാണ് എന്ത് വരാൻ പോകുന്നത്? നമ്മുടെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ്. സോ യു സി ഹിയർ, ഇവിടെയാണ് ലോത്തൽ കിടക്കുന്നത്. മാപ്പിൽ കണ്ടോ, ലോത്തൽ ഇവിടെയാണ്, ഗുജറാത്തിൻ്റെ ഇവിടെ. സോ ഡോക്കിയാർഡിൻ്റെ ഒരു ആപ്റ്റ് പ്ലേസ് ആണിത്, അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഇന്ത്യൻ ക്രിക്കറ്റർ ഹു ഹാസ് ജോയിൻഡ് ദി MCC വേൾഡ് ക്രിക്കറ്റ് കമ്മിറ്റി. MCC വേൾഡ് ക്രിക്കറ്റ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്ററാണ് ജൂലൻ ഗോസ്വാമി. ജൂലൻ ഗോസ്വാമി, ഷീ ഈസ് ഓഫൻ റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് വിമൻ ബൗളർ. ആൻഡ് ദിസ് കമ്മിറ്റി, എന്താണ് ഈ കമ്മിറ്റി? MCC വേൾഡ് ക്രിക്കറ്റ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി that consists of former international cricketers, umpires and officials from various countries. So ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒഫീഷ്യൽസ് ഉള്ളതാണ് ഈ MCC വേൾഡ് ക്രിക്കറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഓഗസ്റ്റ് കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കുകയാണ് ജൂലൻ ഗോസ്വാമി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ കോ ഇൻവെൻറ്റർ ഓഫ് ലിഥിയം അയോൺ ബാറ്ററീസ് who has passed away recently. So recently passed away ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററീസിൻ്റെ കോ ഇൻവെൻറ്ററിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോൺ ബാനിസ്റ്റർ ഗുഡിനഫ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഗുഡിനഫ്, അല്ലേ? ഗുഡിനഫ്, ജോൺ ബാനിസ്റ്റർ ഗുഡിനഫ്, ദി അമേരിക്കൻ കോ ഇൻവെൻറ്റർ ഓഫ് ലിഥിയം അയോൺ ബാറ്ററീസ് ആൻഡ് എ കോ വിന്നർ ഓഫ് 2019 നൊബേൽ പ്രൈസ് ഫോർ കെമിസ്ട്രി. സോ 2019 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ജസ്റ്റ് എ മന്ത് ഷോർട്ട് ഓഫ് ടേണിങ് 101. സോ 101 ആവുമായിരുന്നു, ജസ്റ്റ് എ മന്ത്, ഒരു മാസത്തെ വ്യത്യാസത്തിൽ അദ്ദേഹം മരിച്ചു പോകാൻ ചെയ്യുന്നത്. സോ ജോൺ ബാനിസ്റ്റർ ഗുഡിനഫ് ഓർത്ത് വയ്ക്കുക. ഹി ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിഥിയം അയോൺ ബാറ്ററീസ്. അതേപോലെ തന്നെ നൊബേൽ പ്രൈസും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്